VC നിയമനത്തിൽ കടുത്ത നിലപാടുമായിട്ട് ഗവർണർ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നൽകിയ അപേക്ഷയിൽ പറയുന്നത് സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിവാക്കണം. അതായത് സെർച്ച് കമ്മിറ്റി തയ്യാറാക്കി നൽകുന്ന റിപ്പോർട്ട് നേരെ മുഖ്യമന്ത്രിക്കാണ് കൊടുക്കുന്നത്. അവിടെ നിന്നാണ് നിയമനത്തിനുള്ള ശുപാർശ ഗവർണറിലേക്ക് എത്തുന്നത്. എന്നാൽ അങ്ങനെ ഒരു കീഴ്വഴക്കുന്നതിൻ്റെ ആവശ്യമില്ല എന്ന് ഗവർണർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. ഡിജിറ്റൽ സർവകലാശാലയിലെയും സാങ്കേതിക സർവകലാശാലയിലെയും VC നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേസിലാണ് ഈ നിയമനം എടുത്തിരിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു നിലപാട് ഗവർണർ എടുത്തു എന്ന് പറഞ്ഞിട്ട് അത് കോടതി അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ഗവർണർ ഒരു ഉപഹർജി കൊടുത്തിരിക്കുകയാണ് ഈ സുപ്രീം കോടതി തീരുമാനം എടുത്തു. അവിടെ കാര്യം അവസാനിച്ചു എന്നാണ് സുപ്രീം കോടതി കരുതിയിരുന്നെന്ന് തോന്നുന്നു. മാത്രമല്ല ഈ സുപ്രീം കോടതി ജഡ്ജി കൈകൊപ്പി ഇവരോട് അപേക്ഷിക്കുകയും ചെയ്തു, എങ്ങനെയെങ്കിലും ഇതൊന്ന് നിയമിച്ചെടുക്കണം എന്ന് പറയുകയും ചെയ്തു. കാരണം സത്യത്തിൽ ഇതൊരു അസാധാരണ നടപടിയും ഒരർത്ഥത്തിൽ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുന്നതുമാണ്. കാരണം നിലനിൽക്കുന്ന ഒരു സംവിധാനത്തെ എതിരായിട്ട് നേരത്തെ പശ്ചിമ ബംഗാളിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഈ സുപ്രീം കോടതി നിയമിച്ച് പിന്നെ സെർച്ച് കമ്മിറ്റിയെ നിയമിക്കുകയും സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട് കമ്മിറ്റിയെ നിയമിക്കുകയും ഒക്കെ ചെയ്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ സുപ്രീം കോടതി അധ്യക്ഷനായി നിയമിച്ചു സുധാംശു സൂലിയ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് ജഡ്ജിയെ കമ്മിറ്റിയായി നിയമിക്കുന്നത്. അത് നമ്മൾ ഈ നിയമപരമായും ഭരണപരമായും നടന്നു പോകേണ്ട കാര്യങ്ങളിൽ അനധികൃതമായി സുപ്രീം കോടതി കൈകടത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ ഭരണതലത്തിൽ തീരുമാനിക്കേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും സുപ്രീം കോടതി നിശ്ചയിച്ചു. പക്ഷേ അവിടെ കൃത്യമായും പറഞ്ഞ മുൻഗണനാക്രമം നിശ്ചയിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് നൽകിക്കൊണ്ടാണ്. അതായത് 2 പേർ സർക്കാർ പ്രതിനിധി, 2 പേർ ഗവർണറുടെ പ്രതിനിധി, അധ്യക്ഷൻ സുപ്രീം കോടതി നിർദ്ദേശിച്ച റിട്ടയർഡ് ജഡ്ജി, ഇങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഘടന എന്ന് പറയുന്നത്. ആ ഘടനയ്ക്കകത്ത് നിർദ്ദേശിക്കുന്ന പേരുകളിൽ മുഖ്യമന്ത്രിക്ക് നൽകാനും മുഖ്യമന്ത്രി അതിലൊരു മുൻഗണനാക്രമം നിർദ്ദേശിച്ച് നൽകാനുമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന കോടതിയുടെ നിർദ്ദേശം. അതിനെതിരായാണ് ഗവർണർ കൃത്യമായും സമീപിച്ചിരിക്കുന്നത്. നിലനിൽക്കുന്ന നിയമം അനുസരിച്ചും നിലനിൽക്കുന്ന സംവിധാനം അനുസരിച്ചും ഗവർണറുടെ അപേക്ഷ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് സത്യം. ഒന്നാമത് UGC പ്രതിനിധി ഇല്ല ഇതിനകത്ത്. UGC പ്രതിനിധി ഉണ്ടാകണമെന്നുള്ള സുപ്രീം കോടതി വിധി നേരത്തെ തന്നെ ഉണ്ട്. അങ്ങനെ സുപ്രീം കോടതി തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് UGC പ്രതിനിധി ഉണ്ടാകും. അത് തന്നെയല്ല UGCയുടെ പ്രാധാന്യം കുറയ്ക്കത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം എങ്ങനെയാണ് ഫലവത്താകുക എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. UGC മൊത്തത്തിലെ അടിച്ചുപണിഞ്ഞ് വേറൊരു സംവിധാനത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അത് വേറൊരു വിഷയം. എങ്കിൽ പോലും യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ നിയമിക്കുമ്പോൾ അവരാണ് ഈ കാര്യങ്ങളെപ്പറ്റിയുള്ള ഫണ്ടിങ് നടക്കുന്നതടക്കമുള്ള കൃത്യമായ നയരൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും UGCയുടെ പ്രതിനിധി ഇല്ലാതിരിക്കുന്നു എന്ന് പറയുന്നൊരു അപാകത ഈ കമ്മിറ്റിയിലുണ്ട്. പിന്നെ പ്രധാനമായും മറ്റൊരു കാര്യമുള്ളത്, സർക്കാർ പുതിയ സർവകലാശാല ഭേദഗതി നിയമം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ സെപ്റ്റംബർ 15-ാം തീയതി ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ മുഖ്യമന്ത്രിക്കുള്ള അധികാരം സ്ഥാപിച്ചുകൊണ്ടും മുഖ്യമന്ത്രി വഴി മാത്രമേ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാവുന്നും മുഖ്യമന്ത്രി വഴി മാത്രമേ ഗവർണറിലേക്ക് ഇത് പോകാവൂ എന്നുമുള്ള നിയമ ഭേദഗതി വരുത്താൻ സർക്കാർ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ആ നിയമത്തിനും ചാൻസലർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഗവർണർ എത്രത്തോളം അനുമതി നൽകുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും അങ്ങനെ ആ നിയമം ഈ 15-ാം തീയതി തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ വെച്ച് പാസ്സാക്കും. ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയി കിടക്കുന്ന ഒരു ഇഷ്യൂമാണ്. അപ്പോൾ ഗവർണർ അത് ചോദിച്ചിരിക്കുന്നത് വളരെ കൃത്യമായൊരു കാര്യമാണ്. കാരണം അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ബേസിക്കലി ഈ വിദ്യാഭ്യാസ വിദഗ്ധന്മാരടങ്ങുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു രീതി വൈസ് ചാൻസലർ നിയമനത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് വസ്തുത. അതാണ് അടിസ്ഥാനപരമായ കാര്യം. കാരണം സർവകലാശാല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലമായ രാഷ്ട്രീയക്കാരുടെ ഒരു കയറ്റിറക്കത്തിനും അവരുടെ ഒരു രീതികൾക്കും വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് പല അർത്ഥത്തിലും വിദ്യാഭ്യാസ സംവിധാനത്തെ മാറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ സിൻഡിക്കേറ്റിൽ പോലും തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് പറയുന്നത് കൃത്യമായും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രാഷ്ട്രീയം, ജനാധിപത്യം ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും, ഇതൊക്കെ ആവശ്യമാണ് എങ്കിൽ പോലും സിൻഡിക്കേറ്റിലെ നിയമനമെന്ന് പറയുന്നത് പലപ്പോഴും രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമായി മാറുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒത്തിരി അപാകതകൾ നമ്മുടെ സർവകലാശാലയിൽ മൊത്തത്തിലെ ഉണ്ട്. കരിക്കുലം അടക്കമുള്ള, അല്ലെങ്കിൽ ഈ പരീക്ഷകൾ നടത്തുന്നത് അടക്കമുള്ള, അല്ലെങ്കിൽ ഈ ഗവേഷണ സംവിധാനങ്ങളടക്കമുള്ള ഒരുപാട് കാര്യങ്ങളെ കൃത്യമായി ബാധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ സിൻഡിക്കേറ്റിൻ്റെ ഒരു പരിധിക്കപ്പുറത്തുള്ള രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുന്നത്. സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം യോഗം കൂടുകയും ആ യോഗം കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിനുവേണ്ടി മാത്രമേ സിൻഡിക്കേറ്റ് യോഗം കൂടേണ്ട കാര്യമുള്ളൂ. ഇവിടെ നമ്മൾ സിൻഡിക്കേറ്റ് അംഗങ്ങളെന്ന് പറയുന്നത് അവർ സ്വന്തമായ ഒരു സാമ്രാജ്യം തന്നെ സർവകലാശാലയ്ക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ റൂം, സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ കൂടിച്ചേരൽ, ഇങ്ങനെ അവർ വേറൊരു അധികാര കേന്ദ്രമായി സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ അത്തരത്തിലുള്ളൊരു അധികാര കേന്ദ്രമല്ല സിൻഡിക്കേറ്റ്. സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം നയരൂപീകരണം, മൊത്തത്തിൽ ഈ കാര്യങ്ങൾക്ക് കൊടുക്കാനുള്ള കൃത്യമായി മാർഗ്ഗനിർദ്ദേശം നൽകുക, തീരുമാനങ്ങൾ എടുക്കുക, അത് സിൻഡിക്കേറ്റിൻ്റെ അധികാരം എന്ന് പറയുന്നത് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. സർവകലാശാല നിയമത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ രാഷ്ട്രീയമായ വിധേയത്വം മൂലം ഇങ്ങനെ സംഭവിക്കുന്നു. എങ്ങനെ സംഭവിക്കുന്നു? ഇവർ
പിന്നെ നിലനിൽക്കുന്ന ഭരണകൂടത്തിന് അനുസൃതമായ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതരാവുകയും അങ്ങനെ മൊത്തത്തിൽ ഈ സംവിധാനം എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് കടന്നു പോവുകയും ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഈ വൈസ് ചാൻസലറുടെ അധികാരത്തെ സംബന്ധിച്ച് വരെ തർക്കങ്ങളുണ്ടാകുന്നത്. വൈസ് ചാൻസലർ എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രഗത്ഭന്മാരായ എത്രയോ പേരിടുന്ന വൈസ് ചാൻസലർമാരായിരുന്ന സംവിധാനം കേരളത്തിലെ സർവകലാശാലകളിലുണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഈ ആൽബർട്ട് ഐൻസ്റ്റീനെ വരെ ഈ സർവകലാശാല വൈസ് ചാൻസലറായി കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു സംവിധാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ അത് ഒരു പരിധിവരെ ആലങ്കാരികമായി പറയുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം വരെ ഉണ്ടായിരുന്നു. നിരവധി വിദ്യാഭ്യാസ വിദഗ്ധന്മാരൊക്കെ സർവകലാശാലകൾ വൈസ് ചാൻസലർമാരായിരുന്ന അവസ്ഥയുണ്ട്. നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണനൊക്കെ നിരവധി സർവകലാശാലകളിൽ വൈസ് ചാൻസലറായിരുന്ന ആളാണ്. അബ്ദുൽ കലാമായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് പ്രഗത്ഭന്മാരായ ആളുകൾ സർവകലാശാലയുടെ വൈസ് ചാൻസലർമായിരുന്നു. അതിനൊക്കെ മാറ്റം വന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഈ തരത്തിൽപ്പെട്ട ഒരു കക്ഷി രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിലൊക്കെ നിലനിൽക്കുന്ന ഭരണകൂടങ്ങൾക്ക് കൃത്യമായ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗവർണർ ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നത്. ചാൻസലർ എന്നുള്ളതിൽ ചാൻസലർ, വൈസ് ചാൻസലർ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിനകത്ത് ചാൻസലർ എന്ന് പറയുന്നത് ഗവർണർ എന്നുള്ള നിലയിൽ എടുത്തിരിക്കുന്ന ആണ് അദ്ദേഹം ചാൻസലറായിരിക്കുന്നത് എങ്കിൽ പോലും സർവകലാശാല നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് എങ്കിൽ പോലും ഈ വളരെ കൃത്യമായി നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ UGCയുടെ പ്രതിനിധി ഇല്ലാതിരിക്കുന്നത് ഇനി പുതിയ നിയമയുദ്ധത്തിലേക്ക് വഴി വെച്ചേക്കാം എന്ന് വേണം കരുതാൻ. കാരണം UGCയുടെ പ്രതിനിധി ഇല്ലാത്ത ഒരു കമ്മിറ്റി, സെർച്ച് കമ്മിറ്റി എന്ന് പറയുന്നത്. പിന്നെ സെർച്ച് കമ്മിറ്റിയിൽ നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ സർക്കാരും കൂട്ടൻ 2 പേരെ വീതം നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ടൈ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ സുപ്രീം കോടതി ജഡ്ജിയെ സുപ്രീം കോടതി നേരിട്ട് നിയമിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ താല്പര്യങ്ങളെക്കാൾ ഉപരി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുടെ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നടന്നു പോകുന്ന ഒരു സംവിധാനത്തിനകത്ത് നിന്ന് ഒത്തിരി അപാകതകളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിൽ കൂടി സുപ്രീം കോടതി ക്ലാരിഫിക്കേഷൻ നൽകട്ടെ. സുപ്രീം കോടതി ഇപ്പോൾ ഗവർണർക്ക് അനുകൂലമായ തീരുമാനം എടുക്കുമോ എന്ന് നമുക്കിപ്പോൾ കൃത്യമായി പറയാറായിട്ടില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ഉപഹർജി പരിഗണിക്കണമെന്നാണ്. അത് പരിഗണിച്ചേക്കും. കാരണം ഇത് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടും അതിൻ്റെ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടുമൊക്കെ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു 3 ലക്ഷം രൂപയാണ് ഒരു സിറ്റിങ്ങിന് ഈ സുപ്രീം കോടതി ജഡ്ജിക്ക് കൊടുക്കാൻ ഈ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചു എന്ന് പറയുമ്പോൾ 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഈ ചെയർമാൻ മാത്രമുള്ള, സെർച്ച് കമ്മിറ്റി ചെയർമാൻ മാത്രമുള്ള ഒരു സിറ്റിങ്ങിന് ലഭിക്കുന്ന തുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഓഫീസ് സംവിധാനം, ഇതൊക്കെ വലിയ ഒരു പണച്ചെലവിലേക്ക് നീങ്ങുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് അത് കോടതി നിർദ്ദേശിക്കുന്ന സ്ഥിതിക്ക് നൽകിയേ പറ്റത്തുള്ളൂ. പക്ഷേ ഇത്തരം ഒരു അവസ്ഥയിൽ ഇത് എത്തിച്ചതിനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്നതൊരു വസ്തുതയാണ്. കാരണം അത് ഒരു ചെറിയ കാര്യമല്ല. നമ്മളിപ്പോൾ അങ്ങനെ കണ്ടേ വീണ്ടും എന്ന് മാത്രമല്ല, ഇതൊരു വഴക്കമായി മാറിയാൽ അത് കൂടുതൽ അപകടകരമാകുകയും ചെയ്യും. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരിക്കൽ ബംഗാളിൽ അങ്ങനെ തീരുമാനിച്ചു, പിന്നെ ഇപ്പോൾ ഇവിടെ തീരുമാനിച്ചു. ഇത് ഇങ്ങനെയൊരു വഴക്കത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു നിലനിൽക്കുന്ന സംവിധാനത്തെ ആകെ അട്ടിമറിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് വിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. കാരണം നിരന്തരമായി നടക്കുന്ന സർവകലാശാലയ്ക്കകത്തെ പ്രശ്നങ്ങൾ അത് ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമാവുകയാണെങ്കിൽ അവിടെ നടക്കുന്ന സാറ് പറഞ്ഞ പോലെ അക്കാഡമിക് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ സർക്കാരിന് ഇഷ്ടമല്ലാത്ത ഒരു VCയെ ഈ കോടതിയുടെ ഇടപെടലോടുകൂടി, ഗവർണറുടെ നിർബന്ധത്തോടുകൂടി ഇങ്ങനെയൊക്കെ നിയമിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ നിയമിച്ചാൽ പോലും സർക്കാർ ഈ VC തമ്മിലുള്ള യുദ്ധമായിരിക്കും പിന്നെ നടക്കുക. അല്ല, ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കിസാനിൻ്റെ ശമ്പളം പോലും കിട്ടാത്ത ഒരവസ്ഥ, സിൻഡിക്കേറ്റ് കൂടാനാവാത്ത അവസ്ഥ, ശമ്പളം കിട്ടാത്തൊരവസ്ഥ, അത് മറ്റേ യൂണിവേഴ്സിറ്റി അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഡോക്ടർ ശിവപ്രസാദ് വൈസ് ചാൻസലറായിരിക്കുന്ന സർവകലാശാലയിൽ അത് വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുക സർക്കാരിൻ്റെ എതിർപ്പ്. ഇതാണ്. അപ്പോൾ ഇതെല്ലാം അക്കാഡമിക് രംഗത്ത് പുറകോട്ടടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാത്തത് എന്താണ്? നമ്മളിപ്പോഴും നമ്പർ 1 എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ വിദ്യാഭ്യാസം വേണമെന്ന് വെച്ച് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതിരിക്കുന്നതാണ് കഷ്ടം. എന്തായാലും തീരുമാനം വരട്ടെ. പക്ഷേ എന്തായാലും വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ ഈ മെച്ചപ്പെട്ടേ മതിയാകുകയുള്ളൂ. അക്കാര്യത്തിൽ അക്കാഡമിക് കാര്യങ്ങൾക്കാവണം മുൻഗണന എന്ന് പറയുന്നത്, രാഷ്ട്രീയ താല്പര്യങ്ങളെക്കാൾ ഉപരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.